Hi all. National Institute of Science Education Research, NICER, University of Mumbai, Department of Atomic Energy, Center for Excellence in Basic Sciences, CEBS തുടങ്ങിയ ഇന്ത്യയിലുള്ള മുൻനിര ഗവേഷണ സ്ഥാപനങ്ങളിലോട്ടുള്ള അഡ്മിഷൻ ടെസ്റ്റാണ്, എൻട്രൻസ് എക്സാമാണ് നെസ്റ്റ്. അപ്പോൾ നെസ്റ്റ് 2026 നോട്ടിഫിക്കേഷൻ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞ ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലുള്ള ഇൻ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാംസിലോട്ടുള്ള അഡ്മിഷനാണ് ഈ നെസ്റ്റ് വഴി കൊടുക്കുന്നത്. അപ്പോൾ നെസ്റ്റ് 2026 ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിട്ടാണ് നടത്തുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു നൈസർ അല്ലെങ്കിൽ CBSലുള്ള ഒരു പ്രത്യേകത എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. രണ്ടും ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിന്റെ കീഴിലുള്ള വളരെ വെൽ നോൺ ആയിട്ടുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്, അതായത് ബേസിക് സയൻസിലുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. പിന്നെയെന്ന് വെച്ചാൽ മൊത്തം കരിക്കുലം ഒരു റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കരിക്കുലാണ്. ഓക്കെ, അത്യാവശ്യം നല്ല PhD പ്ലേസ്മെന്റ്സ് ഇന്ത്യയിലും അബ്രോഡിലും ലഭിക്കാവുന്ന ഒരു കൈൻഡ് ഓഫ് സിസ്റ്റമാണ് ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിലുള്ളത്. ഭൂരിഭാഗം ഇതിൻ്റെ അലുമിനീസ് ഒക്കെ തന്നെ ഇന്ത്യയിൽ അല്ലെങ്കിൽ പുറത്തുള്ള മുൻനിര ഗവേഷണ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള PhD അല്ലെങ്കിൽ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് പോലെയുള്ള പ്രോഗ്രാമുകൾ ചെയ്യാറാണ് പതിവായിട്ട് കാണപ്പെടാറുള്ളത്. ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ മോഡേൺ ആയിട്ടുള്ള സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ലബോറട്ടറീസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റിസർച്ച് ഇന്ത്യയിൽ നടത്തപ്പെടുന്ന മുൻനിര സ്ഥാപനങ്ങളാണിവ. പിന്നെ വേറെ പ്രത്യേകത, ഇതൊരു റെസിഡൻഷ്യൽ ആയിട്ടുള്ള പ്രോഗ്രാമാണ്. അതായത് വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ നിന്നുകൊണ്ട് തന്നെയാണ് താമസിച്ചുകൊണ്ട് തന്നെയാണ് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു പ്രോഗ്രാംസിന്റെ പ്രത്യേകത. പിന്നെ പ്രധാനമായിട്ടും ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി തുടങ്ങിയ സബ്ജക്റ്റുകളിലാണ് അല്ലെങ്കിൽ സെക്ഷനുകളിലാണ് നമുക്ക് ഈ ഒരു ഇൻ്റഗ്രേറ്റഡ് MSc കോഴ്സുകളിൽ നമുക്ക് മേജർ എടുക്കാൻ കഴിയുന്നത്. ഇങ്ങനെയുള്ള ഒരു കോഴ്സിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് മോണിറ്ററി ആയിട്ടുള്ള ബെനിഫിറ്റ്സും കിട്ടുന്നുണ്ട്. അതായത് പ്രതിവർഷം 60,000 രൂപ നമുക്ക് ഒരു ദിശ സ്കോളർഷിപ്പിലൂടെ, സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സ്കോളർഷിപ്പാണ് ഈ ദിശ സ്കോളർഷിപ്പ്, ആ ഒരു രീതിയിൽ ഇവിടെ അഡ്മിഷൻ കിട്ടുന്ന സ്റ്റുഡൻസിന് കിട്ടുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഒപ്പം ഒരു 20,000 രൂപ പ്രതിവർഷം കണ്ടിജൻസിക്ക് വേണ്ടിയിട്ടും കിട്ടുന്നുണ്ട്. അതായത് ഇന്ത്യയിലോ അല്ലെങ്കിൽ പുറത്തു പോയിട്ട് ഗവേഷണങ്ങൾ നടത്താനുള്ള ഒരു കണ്ടിജൻസി ഗ്രാൻഡ് ആയിട്ടാണ് ഈ അഡീഷണൽ 20,000 റുപ്പീസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നൽകുന്നത്. ഓക്കെ, പിന്നെ പ്രധാനപ്പെട്ട ഒരു കരിയർ പാത്ത് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവും, ഇന്ത്യയിൽ അല്ലെങ്കിൽ പുറത്തുള്ള വളരെ ടോപ്പായിട്ടുള്ള യൂണിവേഴ്സിറ്റീസിൽ PhD ചെയ്യുക അല്ലെങ്കിൽ അക്കാഡമി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലോട്ട് ജോയിൻ ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നൈസർ 2026 എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമുക്ക് നോക്കാം. അതായത് +1 +2 ഹയർ സെക്കൻഡറി സ്റ്റഡീസിൽ നിർബന്ധമായിട്ടും PCMBയിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജിയിൽ 3 സബ്ജക്റ്റുകൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, പിന്നെ 12th ബോർഡ് എക്സാം 2024 എഴുതിയവർക്ക് പറ്റും, 2025 എഴുതിയവർക്ക് പറ്റും. ഇനി 2026 നിലവിൽ എഴുതാൻ പോകുന്നവർക്കും നൈസർ നെസ്റ്റ് 2026 അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ +2 വേണ്ട മിനിമം മാർക്ക് എന്ന് പറയുന്നത് ജനറൽ ആൻഡ് OBC കാൻഡിഡേറ്റ്സിന് 60% ആണ്, SC ST കാൻഡിഡേറ്റ്സിന് 55% ആണ് മിനിമം മാർക്കായിട്ട് പറയുന്നത്. പിന്നെ ഏജ് ലിമിറ്റ് പ്രത്യേകം പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് 2026 ടോട്ടൽ സീറ്റ് ആൻഡ് റിസർവേഷൻ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ മൊത്തത്തിൽ നൈസർ ഭുവനേശ്വറിൽ 200 സീറ്റുകളാണ് ഉള്ളത്. CBS മുംബൈയിൽ 57 സീറ്റാണുള്ളത്. ഈ മൊത്തം സീറ്റുകളുടെ ഒരു റിസർവേഷൻ ക്രൈറ്റീരിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നോം പ്രകാരം OBC NCLന് 27% റിസർവേഷൻ, നോൺ ക്രീമി ലെയർ. ഓക്കെ, SCക്ക് 15% റിസർവേഷൻ, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ST ഷെഡ്യൂൾഡ് ട്രൈബിന് 7.5% റിസർവേഷൻ. പിന്നെ സ്പെഷ്യലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിന് 5% റിസർവേഷൻ. അവരെയാണ് ഈ ദിവ്യാംഗൻ എന്നുള്ള രീതിയിൽ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ EWS എക്കണോമിക്കലി വീക്കർ സെക്ഷന് CEBSൽ മാത്രമേ റിസർവേഷൻ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് റിസർവേഷൻ സീറ്റുകളെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് 2026 എക്സാമിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂൺ 6 എക്സാം. പിന്നെ ആഫ്റ്റർനൂൺ സെക്ഷനിലാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതായത് 2 മണി മുതൽ 5 മണി വരെയാണ് എക്സാമിൻ്റെ ടൈം. 4 സെക്ഷൻസ് ഉണ്ട്: ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, PCMB. ഓക്കെ, ആ 4 സെക്ഷനിൽ 20 MCQs വീതം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇതിന് മാർക്ക് വരിക 240 മാർക്സാണ്. ഓക്കെ, അപ്പോൾ ഓരോ സെക്ഷനും 60 മാർക്ക് വീതമാണ്. റൈറ്റ്, അപ്പോൾ നെക്സ്റ്റ് എക്സാമിൻ്റെ മാർക്കിംഗ് സ്കീമും അറ്റംപ്റ്റ് റൂളും നോക്കുകയാണെങ്കിൽ
കറക്റ്റായിട്ടുള്ള ആൻസറിന് 3 മാർക്കാണ് കിട്ടുക. റോങ് ആയിട്ടുള്ള ആൻസർ ആണെങ്കിൽ -1 മാർക്ക് ഡിഡക്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് മാർക്ക് ഇല്ല, 0, റൈറ്റ്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ ചോദിക്കുകയാണെങ്കിൽ, ഈ 4 സെക്ഷനിൽ 3 സെക്ഷനിൽ നമ്മൾ നിർബന്ധമായിട്ടും അറ്റംപ്റ്റ് ചെയ്യണം. അതായത് ഈ 4 സബ്ജക്റ്റിൽ 3 സബ്ജക്റ്റോട് നിർബന്ധമായിട്ടും അറ്റംപ്റ്റ് ചെയ്താലേ നമുക്ക് അത് ഈ പറയുന്ന റാങ്ക് ലിസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് പരിഗണിക്കുള്ളൂ. ഓക്കെ. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ 4 സെക്ഷൻസും അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ ബെസ്റ്റ് 3 ആണ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അതായത് ബെസ്റ്റ് 3 സെക്ഷൻ്റെ മാർക്ക് പരിഗണിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുക, റാങ്ക് ഇടുക. അതാണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ പെർസെൻറ്റേജിൽ വരിക, റൈറ്റ്. നെക്സ്റ്റ് 2026 ഇവാലുവേഷൻ ക്രൈറ്റീരിയ നമ്മൾ ഒന്നും കൂടി ഡീപ്പായിട്ട് നോക്കുമ്പോൾ ഇവർ ചില പ്രത്യേക ടേംസ് പറയുന്നുണ്ട്. അതായത് SMAS, സെക്ഷൻ വൈസ് മിനിമം അഡ്മിസിബിൾ സ്കോർ. ഇതെന്താണ് ഉദ്ദേശിച്ചത്? അതായത് ഈ ടോട്ടൽ ഈ എക്സാം എഴുതുന്ന ആൾക്കാരിൽ ടോപ്പ് 100 ആൾക്കാരുടെ സ്കോർ എടുക്കും. അതായത് ഇപ്പോൾ ഓരോ സബ്ജക്റ്റിലും അതിൻ്റെ ബെസ്റ്റ് 100 സ്കോർ, ബെസ്റ്റ് 100 കാൻഡിഡേറ്റ്സിൻ്റെ സ്കോർ എടുക്കും. ഓക്കെ. ആ ബെസ്റ്റ് കാൻഡിഡേറ്റ്സിൻ്റെ സ്കോറിൻ്റെ ആവറേജിൻ്റെ ഒരു 20% ആണ് ഇവർ എന്തായിട്ട് വെക്കുക, സെക്ഷൻ വൈസ് മിനിമം അഡ്മിസിബിൾ സ്കോറായിട്ട് വെക്കുക. ആ ഒരു SMASൻ്റെ മാർക്ക് സ്കോർ ചെയ്യുകയോ അല്ലെങ്കിൽ അതിന് മുകളിലോട്ട് സ്കോർ ചെയ്യുമ്പോഴാണ് ഓരോ സബ്ജക്റ്റിൻ്റെയും അല്ലെങ്കിൽ സെക്ഷൻ്റെയും കട്ട് ഓഫ് നമുക്ക് എന്ത് ചെയ്യുക, കിട്ടുക. ഓക്കെ. പിന്നെ ഓരോ ടൈപ്പ് ഓഫ് റിസർവേഷൻ ഉള്ള ആൾക്കാർക്കും ഈ ഒരു പറയുന്ന SMASൻ്റെ മാർക്ക് ഡിഫറെൻ്റ് ആണ്. കാരണം അവർക്ക് അതിന് റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ. അപ്പോൾ എന്താണ് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇത് എഴുതുന്ന ഒരു കാൻഡിഡേറ്റ് നിർബന്ധമായിട്ടും 3 സെക്ഷൻ, അതായത് 3 സബ്ജക്റ്റിലുള്ള SMAS എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്യണം. അതായത് സിമ്പിൾ, 3 സബ്ജക്റ്റിലും ആ ഒരു പ്രത്യേക കട്ട് ഓഫ് ഉണ്ടാവും. ആ പ്രത്യേക കട്ട് ഓഫ് എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്താലേ അവരെ പേര് റാങ്ക് ലിസ്റ്റിൽ വരുള്ളൂ. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. അതേപോലെ ഇവർ പറയുന്ന വേറൊരു സംഭവമാണ് MAP കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, മിനിമം അഡ്മിസിബിൾ പെർസെൻറ്റേജ്. അതായത് ടോട്ടൽ സ്കോർ വെച്ചിട്ട് ഒരു പെർസെൻറ്റേജ് വരും. ഓക്കെ. അല്ല, ആ മിനിമം ഒരു പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ അവർ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുള്ളൂ, റാങ്ക് പ്രസിദ്ധീകരിക്കുള്ളൂ, പബ്ലിഷ് ചെയ്യുള്ളൂ. റെഡി. അപ്പോൾ നെക്സ്റ്റ് 2026 ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ടൈം ലൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, അപ്ലിക്കേഷൻ ഓൾറെഡി ഇപ്പോൾ ജാനുവരി 5 തുടങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഫോർ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഏപ്രിൽ 6 ഓക്കെ. അപ്പോൾ അതിന് മുന്നേ തന്നെ ഇത് താല്പര്യമുള്ളവർ ഇതിൻ്റെ അപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കുക. പിന്നെ ഈ എക്സാമിൻ്റെ ആ പേയ്മെൻറ്റ്, ഓൺലൈൻ പേയ്മെൻറ്റിൻ്റെ ഡെഡ് ലൈൻ ഇവർ വേറെ കൊടുത്തിരിക്കുന്നത് എത്രയാണ്, ഏപ്രിൽ 12 ഓക്കെ. അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് കാര്യം ഈ പേയ്മെൻറ്റ് നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡെഡ് ലൈൻ ഏപ്രിൽ 12. അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്ന ഡേറ്റ് മെയ് 15. എക്സാമിൻ്റെ ഡേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ജൂൺ 6. അപ്പോൾ നെക്സ്റ്റ് 2026 എക്സാമിനേഷൻ സെൻറ്റേഴ്സ് എവിടെയൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം. ഒട്ടുമിക്ക ഇന്ത്യയിലെ മെയിൻ ടയർ 1, ടയർ 2, ടയർ 3 സിറ്റീസിലും ഉണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ KL കോഡിൽ വരുന്ന സെൻറ്റേഴ്സൊക്കെ കേരളത്തിലുള്ള സെൻറ്റേഴ്സാണ്. ഏതൊക്കെ നമുക്ക് നോക്കാം. ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ്, കവരത്തി. കവരത്തി ലക്ഷദ്വീപിൽ അത് KL ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, പത്തനംതിട്ട, തിരുവനന്തപുരം, തൃശ്ശൂർ, വയനാട്. അപ്പോൾ ഇത്തരത്തിലുള്ള സെൻറ്റേഴ്സിനാണ് നമുക്ക് കേരളത്തിൽ ഈ ഒരു എക്സാം എഴുതാൻ വേണ്ടി പോകാൻ പറ്റുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള സെൻറ്റേഴ്സ് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നിലവിൽ +2 സയൻസ് കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ ആർക്കൊക്കെ നെക്സ്റ്റ് 2026 എക്സാം എഴുതാം? പ്രധാനമായി പറയുകയാണെങ്കിൽ ബേസിക് സയൻസിൽ ഗവേഷണം ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് വളരെ എളുപ്പം തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു എക്സാമാണ് നെക്സ്റ്റ്. പിന്നെ ഇതിലൂടെ അഡ്മിഷൻ കൊടുക്കുന്നത് നൈസർ ആയാലും CBS ആയാലും ഗവൺമെൻറ് ഫണ്ടഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പിന്നെ ഈ 5 വർഷത്തെ കോഴ്സിൽ ആ ഒരു ഫസ്റ്റ് ഇയർ മുതൽ തന്നെ നമുക്കൊരു റിസർച്ച് എക്സ്പോഷർ അല്ലെങ്കിൽ റിസർച്ച് ബാക്കപ്പ് നൽകുന്നുണ്ട്. ഓക്കെ. പിന്നെ സ്കോളർഷിപ്പിനെ പറ്റി അത്യാവശ്യം ഞാൻ പറഞ്ഞു. പിന്നെ ഇതേപോലെ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ്, അതായത് PhD പോലെയുള്ള പ്രോഗ്രാംസിൽ എയിം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഉറപ്പായിട്ടും സാധ്യതയുള്ള ഒരു കോഴ്സാണ് ഈ നൈസർ ആൻഡ് CBSൽ ഓഫർ ചെയ്യുന്ന ഇൻ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാംസ്.